ഉപയോഗിച്ചിട്ടുള്ള മാസ്ക് നിങ്ങൾ ഹെയറിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ നിങ്ങളൊക്കെ ആ മാസത്തിൽ ഒരു ദിവസം ഷാമ്പു ചെയ്യുന്നവരായിരിക്കാം. ആ ഷാമ്പു ചെയ്യുന്ന ദിവസം മുട്ട തലയിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. അല്ലെങ്കിൽ മുട്ടയുടെ സ്മെല്ല് കാരണം നമുക്ക് ഷാമ്പു ഇടേണ്ടി വരും. അപ്പോൾ നമ്മൾ ഷാമ്പു ചെയ്യുന്ന ദിവസം ആകുമ്പോൾ നമുക്കത് സിമ്പിളായിട്ട് കഴുകി കളയാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ തന്നെ ഹെയർ ഓയിൽ ചെയ്യുന്ന ദിവസം നമ്മൾ ഇതുപോലെ തന്നെ ഷാമ്പു ചെയ്യുന്ന ദിവസം തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പോൾ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വേറെ ഒന്നും അല്ല കേട്ടോ. ഇന്ന് ഞാൻ എന്തായാലും നമ്മുടെ മുടിയിൽ എണ്ണ തേച്ചിട്ട് ഒരാഴ്ചയായി. ഇന്നപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മുടെ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാമെന്ന്. ഞാൻ ഡാബർ ആംലയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇത് നല്ല രീതിയിൽ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് താളി, ഞാൻ ഷാമ്പൂസ് അധികം ഉപയോഗിക്കാറില്ല. നിങ്ങൾ ആരെങ്കിലും എൻ്റെ വീഡിയോസ് നേരത്തെ കണ്ടിട്ടുണ്ടെങ്കിൽ അവർക്കറിയാം. ഞാൻ എല്ലാ വീഡിയോസിലും റിപ്പീറ്റ് ചെയ്ത് പറയുന്നതാണ് ഷാമ്പൂസ് ഉപയോഗിക്കാറില്ല എന്ന്. അപ്പോൾ നമ്മുടെ ചെമ്പരത്തി താളി ഞാൻ അരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ എന്തായാലും ഷാമ്പു ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. ഷാമ്പു അല്ല, നമ്മുടെ താളി ഉപയോഗിക്കാമെന്ന് വിചാരിച്ചതാണ്. അതുകൊണ്ട് ഹെയർ ഓയിൽ ചെയ്യുന്നു, ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിൽ ഞാൻ അപ്ലൈ ചെയ്തിട്ടുള്ളത് നമ്മുടെ ചെമ്പരത്തിയുടെ ഇല നല്ലവണ്ണം അരച്ചെടുത്തിട്ടുണ്ട്. ചെമ്പരത്തിയുടെ ഇല, അതുപോലെ തന്നെ പൂ അധികം കിട്ടിയില്ല കേട്ടോ, ഒരു പൂവേ കിട്ടിയുള്ളൂ. അതുപോലെ തന്നെ നല്ല ജലദോഷം, ഇപ്പം രാവിലെയൊക്കെ നല്ല തണുപ്പല്ലേ, അപ്പോഴത്തേക്ക് കുറച്ച് ഞവര ഇല ഇട്ടിട്ടുണ്ട്. പിന്നെ തുളസി ഇല വേനലായതുകൊണ്ട് എല്ലാം ഒരുമാതിരി ശോഷിച്ച് നിൽപ്പുണ്ട്. അതുകൊണ്ട് അത് എടുക്കാൻ വേണ്ടിയിട്ട് തോന്നിയില്ല. അതുകൊണ്ട് ഞാൻ ഒരു 7 ഞവര ഇല എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ കഞ്ഞിവെള്ളം ഉപയോഗിച്ച് നല്ലവണ്ണം ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ഇത് അരിക്കാനൊന്നും നിൽക്കുന്നില്ല, കാരണം എനിക്ക് പ്രത്യേകിച്ച് ഒരിടം പോകേണ്ട കാര്യമില്ല. നമുക്കിത് അപ്ലൈ ചെയ്തിട്ട് ധാരാളം സമയമുണ്ട് കളഞ്ഞതിന് ശേഷം ഇത് കൊഴിഞ്ഞു പോകാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ജോലിക്കൊക്കെ പോകുന്നവരാണെങ്കിൽ ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കണ്ട. ജസ്റ്റ് ഒന്ന് അരിച്ചെടുത്തിട്ട്, അതായത് ഇതിൻ്റെ ഇലയുടെ കഷ്ണമൊക്കെ ഇതിലുണ്ട്, അപ്പോൾ നാര് എല്ലാം ഉണ്ട്. അപ്പോൾ അതൊന്ന് അരിച്ചെടുത്തിട്ട് നിങ്ങൾ കഴുകി നമ്മൾ തലയിൽ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ഈ താളിയിലേക്ക് ഞാൻ ഇനി ആഡ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഹെയർ ഓയിലാണ്. ഡാബർ ആംലയാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾ ഏത് ഹെയർ ഓയിലാണ് ആഡ് ചെയ്യുന്നത്, അല്ല തലയിൽ തേക്കുന്നത്, അത് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. നമ്മളിപ്പോൾ എന്തായാലും ഹെയർ ഓയിൽ ചെയ്യുന്നില്ല, അതുകൊണ്ട് ചെറിയൊരളവിൽ മാത്രമേ ഇതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. ഇതിന് നല്ലോണം മിക്സ് ചെയ്തിട്ട് നമുക്ക് തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഇത് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മുടെ തലമുടിയുടെ കെട്ടെല്ലാം നല്ല രീതിയിൽ കളഞ്ഞിട്ട് ചെറിയ രീതിയിൽ മസാജ് കൂടെ കൊടുക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. ഇത് ഞാൻ ഒരു 10-15 മിനിറ്റ് മുമ്പ് മസാജ് ചെയ്ത് വാരി കെട്ടി വെച്ച മുടിയാണേ, അതുകൊണ്ടാണ് ഞാൻ അത് കാണിക്കാത്തത്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ഓയിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങാം. ഞാൻ നല്ലവണ്ണം മസാജ് കൊടുത്തിട്ടുണ്ട് കേട്ടോ നേരത്തെ. ഇനി നമുക്ക് വേണമെങ്കിൽ ഓയിലും കൂടെ അപ്ലൈ ചെയ്തിട്ട് ചെറിയൊരു രീതിയിലും കൂടെ മസാജ് കൊടുക്കാം. അപ്പോൾ നമ്മൾ എണ്ണ അപ്ലൈ ചെയ്യുമ്പോൾ എല്ലാവർക്കും വരുന്ന സംശയമായിരിക്കും അല്ലേ, എല്ലാ ദിവസവും മുടിയിൽ എണ്ണ തേക്കാമോ, അല്ലെങ്കിൽ എണ്ണ തേക്കേണ്ടത് സ്കാൽപ്പിലാണോ മുടിയിലാണോ, അല്ലെങ്കിൽ നമ്മൾ എണ്ണ തേച്ചാൽ അത് ഷാമ്പു ചെയ്യണോ എന്നൊക്കെ കുറേ സംശയങ്ങൾ കാണും. അപ്പോൾ നമ്മൾ എണ്ണ തേക്കുന്ന സമയത്ത് നമ്മുടെ സ്കാൽപ്പിലാണ് എണ്ണ തേച്ച് കൊടുക്കേണ്ടത്. തേച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ നല്ല രീതിയിൽ മസാജും കൂടെ കൊടുക്കണം കേട്ടോ. ഒരു കാരണവശാൽ മുടിയുടെ പുറത്തിട്ടിട്ട് ഇതുപോലെ ഇങ്ങനെ ചെയ്യരുത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കാൽപ്പിൽ നമ്മുടെ വിരൽ എത്തുകയില്ല. നമുക്ക് വേണ്ടതായിട്ടുള്ള പ്രയോജനം കിട്ടത്തില്ല. തലമുടിയുടെ മുകളിലിട്ട് ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ, മറിച്ച് ഇതുപോലെ എടുത്തതിന് ശേഷം ഇതുപോലെ നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കണം. മസാജ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ എന്താ പറയുക, സർക്കുലർ മോഷനിലാണ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റും. സർക്കുലർ മോഷനിലാണ് ചെയ്ത് കൊടുക്കേണ്ടത്. ഒരു കാരണവശാലും നഖമുള്ളവർ ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല കേട്ടോ. എന്ന് വെച്ചാൽ അങ്ങനെയല്ല, നിങ്ങൾക്കത് നമ്മുടെ സ്കാൽപ്പിൽ സ്ക്രാച്ചൊക്കെ വീഴാൻ വേണ്ടിയിട്ടുള്ള ചാൻസസ് കാണും. അതുകൊണ്ട് നഖം ഉപയോഗിച്ചിട്ട് നമ്മുടെ ഈ മാംസമായിട്ടുള്ള ഭാഗമില്ല, അത് ഉപയോഗിച്ചിട്ടാണ് ഇങ്ങനെ മസാജ് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഒരു കാരണവശാലും നഖം ഉപയോഗിച്ച് നിങ്ങൾ മസാജ് കൊടുക്കരുത്. അതാണ് നമ്മൾ മസാജ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. നമ്മൾ സ്കാൽപ്പിലും അപ്ലൈ ചെയ്ത് കൊടുക്കുക, അതുപോലെ തന്നെ നമ്മുടെ മുടി ഇഴകളിലും അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. നല്ലവണ്ണം അപ്ലൈ ചെയ്തതിന് ശേഷം
ഇത് നമ്മൾ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഹോട്ട് ഓയിൽ മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. ഹോട്ട് ഓയിൽ മസാജ് ചെയ്യുന്നത് നമ്മുടെ മുടി നല്ല രീതിയിൽ ഗ്രോത്ത് ഉണ്ടാവാനും നമ്മുടെ സ്കാൽപ്പ് നല്ല ആരോഗ്യത്തോടെ ഇരിക്കാനും ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഇനി നമ്മുടെ മുടിയുടെ തുമ്പിൽ നല്ലവണ്ണം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. സ്പ്ലിറ്റൻസ് ഒന്നും ഇല്ല കേട്ടോ, നിങ്ങൾക്ക് കണ്ട മനസ്സിലാവുമെന്ന് അറിയത്തില്ല. സ്പ്ലിറ്റൻസ് ഒന്നും തന്നെ ഇല്ല, ഇതുവരെ സ്റ്റാർട്ടായിട്ടില്ല. എന്നാലും വെട്ടാറായിട്ടുണ്ട് കേട്ടോ. ഒരു ഷേപ്പില്ല തുമ്പിന്. എന്തായാലും ഇനിയിപ്പം വെട്ടാൻ സമയമായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മുടിയുടെ അറ്റത്തും നല്ല രീതിയിൽ നമ്മൾ എണ്ണ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്ഥിരം പുറത്തൊക്കെ പോകുന്നവരാണെങ്കിൽ, ബൈക്കിൽ വണ്ടിയിലൊക്കെ യാത്ര ചെയ്യുന്നവരാണെങ്കിൽ, അതുപോലെ തന്നെ പൊടിയുള്ള സ്ഥലത്തൊക്കെ ജോലി ചെയ്യുന്നവരാണെങ്കിൽ ഒരു കാരണവശാലും എണ്ണ അപ്ലൈ ചെയ്തിട്ട് പോകാൻ വേണ്ടിയിട്ട് പാടില്ല കേട്ടോ. എണ്ണ അമിതമായിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല. അതുപോലെ നമ്മൾ സ്കൂളിലൊക്കെ പോകുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ രാവിലെ ധാരാളം എണ്ണ വാരി തേച്ച് കുളിച്ചിട്ട് പോകും. അത് നമുക്ക് അറിയാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ വെള്ള യൂണിഫോമൊക്കെ അല്ലേ, അപ്പോഴത്തേക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് പുറകിലൊക്കെ നോക്കുന്ന സമയത്ത് ഷർട്ടിൻ്റെയോ ടോപ്പിൻ്റെയൊക്കെ ബാക്കിലായിട്ട് നല്ല രീതിയിൽ അഴുക്കും അതുപോലെ തന്നെ ഓയിലും ഇത് പതിഞ്ഞിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ ആണെങ്കിൽ നമ്മുടെ ഓയിലിൻ്റെ ഉപയോഗം ഒന്ന് കുറച്ച് കഴിഞ്ഞാൽ നല്ലതായിരിക്കും കേട്ടോ. സാധാരണ സ്കൂളിൽ പോകുന്ന കുഞ്ഞുങ്ങളാണ് അങ്ങനെ ധാരാളം എണ്ണയൊക്കെ വാരി തേച്ച് പോകുന്നത്. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ മസാജും കൂടെ കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു അരമണിക്കൂർ അല്ല എങ്കിൽ ഒരു 10 മിനിറ്റ് ഒന്ന് ഇത് ഇരുന്നിട്ടാണ് ചെയ്യുന്നത് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ അധികം മുടി കാണിക്കാത്തത്. അതുപോലെ തന്നെ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഇൻവെർഷൻ മെത്തേഡും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രയോജനം നമുക്ക് ഇരട്ടി കിട്ടും കേട്ടോ. ഇൻവെർഷൻ മെത്തേഡാകുമ്പം ബ്ലഡ് സർക്കുലേഷൻ കുറച്ചുകൂടെ കൂടും. അപ്പോൾ ഇൻവെർഷൻ മെത്തേഡിലും കൂടെ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ഇനി നമുക്ക് കെട്ടി വയ്ക്കാം കേട്ടോ. കെട്ടി വെച്ചിട്ട് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ താളി തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സമയം ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ നമ്മുടെ താളിയിലേക്ക് എണ്ണ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തിട്ട് നമുക്ക് തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക, നമ്മുടെ ഡ്രസ്സ് നല്ല തുണികളൊന്നും വാരിയിടാതെ ശ്രദ്ധിക്കണം. നമ്മൾ നല്ല പുതിയ തുണിയൊക്കെ ഇട്ടിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഡ്രസ്സിലേക്ക് ആവും കേട്ടോ. പിന്നെ അത് കഴുകി കളഞ്ഞാൽ എന്താ പറയുക, ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിൻ്റെ പൊടിയും തരിയും എല്ലാം അതുപോലെ തന്നെ ഇരിപ്പുണ്ടായിരിക്കും. അത് പിന്നെ തുണിയിലും പറ്റി പിടിച്ചിരിക്കും, കഴുകിയാലും ചിലപ്പം പോകാൻ പാടായിരിക്കും. അപ്പോൾ പഴയ ഡ്രസ്സ് ഉപയോഗിച്ചിട്ട് ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പോൾ നമുക്ക് തലമുടി കുറച്ചുകൂടെ ഒന്ന് മസാജ് കൊടുക്കാം കേട്ടോ. മസാജ് കൊടുത്തതിന് ശേഷം നമുക്കിത് നമ്മുടെ താളി അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാനിപ്പം നമ്മുടെ ഉച്ചിയിലിപ്പോൾ അപ്ലൈ ചെയ്യുന്നില്ലേ, ഉച്ചിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നില്ല. കാരണം എനിക്ക് ജലദോഷം ഓൾറെഡി ഉണ്ട്. ഇനി അത് കുറച്ച് ചിലപ്പോൾ കൂടിയാലോ, അതുകൊണ്ട് ഉച്ചിയിൽ ആദ്യം അപ്ലൈ ചെയ്യുന്നില്ല. ബാക്കി ഭാഗങ്ങളിലും മുടി ഇഴകളിലും അപ്ലൈ ചെയ്തതിന് ശേഷം മാത്രം വേണമെങ്കിൽ മാത്രം ഉച്ചിയിൽ അപ്ലൈ ചെയ്യുക. ഞാനിപ്പം ചിലപ്പോൾ അപ്ലൈ ചെയ്യും, ചിലപ്പോൾ ഞാൻ അവോയ്ഡ് ചെയ്യും കേട്ടോ ഉച്ചിയിൽ അപ്ലൈ ചെയ്യുന്നത്. ജലദോഷം ആയതുകൊണ്ടാണ്, അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല. നമ്മുടെ മുടിയുടെ ഓരോ പോർഷൻസ് ഇങ്ങനെ വകുപ്പെടുത്തിയതിന് ശേഷം നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമുക്ക് ഷോള് പണി തരും. ഇതുപോലെ വകുപ്പെടുത്തിട്ട് നല്ല രീതിയിൽ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഒരു കാരണവശാൽ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മുടെ മുടിയിൽ ഇങ്ങനെ മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല. എങ്കിൽ നമ്മുടെ മുടിയെല്ലാം ഇഞ്ഞ് ഊരിപ്പോരും കേട്ടോ. കാരണം ഒരു സ്റ്റിക്കി ആയിട്ടുള്ള ഒരു ഐറ്റം ആണല്ലോ, അതുകൊണ്ട് ഒരു കാരണവശാലും നമ്മൾ പിന്നെ മുടിയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം മുടിയിൽ അധികം പിടിക്കാൻ വേണ്ടിയിട്ട് പാടില്ലേ. ഇനി ഈ സൈഡിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. നല്ലവണ്ണം അരിഞ്ഞിട്ടുണ്ട് കേട്ടോ, അതുകൊണ്ട് നമുക്ക് ചിലവർ അരയ്ക്കുമ്പോൾ
നല്ലവണ്ണം അരയ്ക്കാറില്ല. അപ്പോൾ നമ്മളിങ്ങനെ തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഉരുണ്ട് ഇങ്ങ് ചിലപ്പോൾ പോരും. അതുകൊണ്ട് നല്ല രീതിയിൽ അരച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ടേ. പതുക്കെ ഒന്ന് ടച്ച് ചെയ്യുന്നതേ ഉള്ളേ. ഇനി നമുക്ക് നമ്മുടെ മുടി ഇഴകളിൽ കുറേശ്ശെ എടുത്തിട്ട് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇത് മുടിയുടെ അറ്റം വരെ. ഞാൻ എടുത്തത് കുറഞ്ഞു പോയി തോന്നുന്നു കേട്ടോ. ഇന്ന് ഇല കുറവാണെന്ന് തോന്നുന്നു. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് എന്തായാലും തേച്ച് കൊടുക്കാം. ഇതുപോലെ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇത് അപ്ലൈ ചെയ്തപ്പോൾ ഒരു വെയിറ്റ് ഫീൽ ചെയ്യും കേട്ടോ നമ്മുടെ മുടിയിൽ. അപ്പോൾ ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് വരാം കേട്ടോ. ഇതുപോലെ അപ്പോൾ നമ്മൾ ഏകദേശമൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ലാസ്റ്റ് കുറച്ച് മുടിയുടെ തുമ്പിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാവേ. ലാസ്റ്റ് ഇരിക്കുന്ന കുറച്ച് മുടിയുടെ ബാക്കിൽ, അതായത് സ്കാൽപ്പിലൊക്കെ നല്ല രീതിയിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. ഇത് നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം നല്ല രീതിയിൽ ഓയിൽ ചെയ്തതിന് ശേഷം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. അല്ലാതെ ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞതുപോലെ മുട്ട മാസ്ക് ഒക്കെ ഉപയോഗിക്കണമെങ്കിൽ നമ്മൾ ഷാമ്പു ചെയ്യേണ്ടി വരും എന്തായാലും. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഷാമ്പു ചെയ്യുന്ന ദിവസം നോക്കിയിട്ട് മുട്ട മാസ്കും അതുപോലെ തന്നെ നമ്മുടെ ഓയിലിംഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഷാമ്പൂസിൻ്റെ ഉപയോഗം കുറയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇതാ ഓക്കെ ആയിട്ടുണ്ട്. മടക്കി കൊടുത്തു കേട്ടോ ഞാൻ ചെറുതായിട്ട്. ഓക്കെ. ഇനി നമുക്ക് വേണമെങ്കിൽ നേരത്തെ പറഞ്ഞാൽ അമിതമായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് പാടില്ല കേട്ടോ. ഉച്ചിയിൽ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 10 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. ജലദോഷമുള്ളവർ, അതായത് തണുപ്പ് അധികം പിടിക്കാത്തവരൊക്കെ ആണെങ്കിൽ 10 മിനിറ്റിൽ കൂടുതൽ വച്ചിരിക്കും കേട്ടോ. ഞാൻ 10 മിനിറ്റൊക്കെ ആകുമ്പോൾ കഴുകിക്കളയും. അപ്പോൾ നിങ്ങൾക്ക് തണുപ്പ് അത്ര പ്രശ്നമായിട്ടാണ് ഉള്ളതെങ്കിൽ പെട്ടെന്ന് കഴുകിക്കളയാം. അല്ലെങ്കിൽ ഒരു അരമണിക്കൂറെങ്കിലും വച്ചിരിക്കാം കേട്ടോ. കുഞ്ഞു പിള്ളേർക്കൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തണുപ്പ് അവർക്ക് തണുപ്പ് പിടിക്കും. അപ്പോഴത്തേക്ക് അവർക്ക് വേണമെങ്കിൽ ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ജസ്റ്റ് ഒന്ന് കഴുകിക്കളയാവുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് കഴുകിക്കളയാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തും കൂടെ നോക്കണേ.